ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച 9-ാം തീയതി കേട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്താ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇലക്ഷനാണ്. 2026 നമ്മുടെ നിയമസഭ ഇലക്ഷൻ. കേരളത്തിൻ്റെ ഗതി എന്താവും, കേരളം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വിധി എഴുത്താണെന്ന്. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടൊക്കെ അവരോട് വോട്ട് ചെയ്യുക. പിന്നെ ആർക്ക് ചെയ്യേണ്ട എല്ലാവർക്കും നന്നായിട്ട് അറിയുണ്ടാവും. നിലവിലുള്ളവരൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കണമെന്നോ ഇനി പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മളെ വോട്ട് നമ്മളുടെ പോലെ മറക്കാതെ ചെയ്യുക, മാറാതെ ചെയ്യുക, നാളത്തെ കേരളത്തിന് വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് പരിപാടി ഇലക്ഷന് പോകണം, വോട്ട് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ പോകണം. സമയം 9 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. കുട്ടികളെ കടയിലൊന്നും പോയി നോക്കട്ടെ, അവർക്ക് കുറച്ച് സാധനങ്ങൾ ഷോർട്ട് ഉണ്ട് പറഞ്ഞു, അത് ക്ലിയർ ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വൈഫ് ഹൗസിൽ പോയി വൈഫിനെ കൂട്ടി വോട്ട് ചെയ്ത് ഉമ്മാരെ കൊണ്ട് വോട്ട് ചെയ്തിട്ട് ഒരു 10-10:30 ആകുമ്പോൾ തന്നെ ഷോപ്പിലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നോക്കട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. വേഗം ഈ കട നോക്കാൻ നോക്കി, നേരം കുറേ അല്ലേ. അപ്പോൾ നമ്മൾ കോട്ടാലിന് സോഡ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂട്ടർ മാറി കാറിൽ വരെ കൊണ്ടുവരുന്ന ലെവലിലേക്ക് എത്തിക്കണം. അപ്പോൾ കച്ചവടം ഭയങ്കര തിരക്കുകളോടെ. ഓപ്പോസിറ്റൊക്കെ വേറെ ടീം കച്ചവടം തുടങ്ങി കേട്ടോ. ഇറക്കിക്കോ, പൊട്ടിക്കണ്ട കേട്ടോ, കാര്യമില്ല. ഇത് മുട്ടായികളൊക്കെ ഇറക്കിക്കണം. കടയിൽ സ്ഥല സൗകര്യം കുറവാണ്. അപ്പോൾ വലിയ ടേബിൾ കൊണ്ടുപോയി വെക്കാൻ ഇതറിയോ? അപ്പോൾ കഥ ഒന്നുകൂടി വിപുലീകരിക്കുന്ന അർത്ഥം റോഡ് സൈഡിലേക്ക് ഒരു ടേബിൾ തള്ളി വെച്ചിട്ടുണ്ട്. അതിൽ വലിയൊന്ന് ബാക്കിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഇവിടെ സുഖമായിട്ട് നിൽക്കാനും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. എൻ്റെ അച്ചോടെ എന്തേ അങ്ങനെ ആദ്യം തുടങ്ങിയത്. ഇപ്പം ബൂട്ട് നിർത്തി തോന്നണേ. അത് QR കോഡ്. അപ്പോൾ QR കോഡ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിവിടെ ഇവിടെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി കൊടുത്തു. നമുക്ക് വീട്ടുകാരൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരെയും കൊടുത്ത് വോട്ട് ചെയ്യാൻ പോവാം. നമ്മൾ LP സ്കൂളിൽ തന്നെയാണ്. നല്ല രാത്രി ഞാൻ കാണിച്ചത്. അപ്പോൾ വോട്ട് ചെയ്തിട്ട് വേറെ ഷോപ്പിലേക്ക് പോകട്ടോ. സമയം 10:30 കഴിഞ്ഞു. നല്ല വീടുണ്ട്. ഇവിടേക്ക് ഇന്നലെ രാത്രി ഉള്ളിൽ കെട്ടിയതാ തോരണം. LP സ്കൂളിലെത്തിട്ടോ. നമ്മുടെ GMLP സ്കൂൾ കാട്ടുമുണ്ട വെസ്റ്റ് മലക്കണ്ട് പോയിക്കണ്. ഇവിടെ 2 ബൂത്തുകളാണുള്ളത്. അപ്പോൾ നമ്മളത് ഏതാ 30 തോന്നണം, 30-31 ബൂത്താണ് ഇവിടെ ഉള്ളത്. ഫോണായിട്ട് കൊണ്ടുപോകാൻ പറ്റാൻ ചാൻസ് കുറവാണ്. സാധാരണ ഫോൺ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടം പോയി നോക്കും. ഇവിടെ പോലീസുകാരുണ്ട്. തിരക്കല്ല ആണോ, അത് തിരക്ക് കുറവാണ്. ഷബീറാണ്. ഷബീർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഷബീർ ഇതില്ലേ അവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാ. എന്താ അങ്ങനെ ഇപ്രാവശ്യത്തെ വോട്ടും ചെയ്തു. വീട്ടുകാരതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു വരാണ്ട് ഒരു പേരോളം വെയിറ്റ് ചെയ്യാം. ഒരു വന്നിട്ട് നമുക്ക് ഇതുപോലെ വീട്ടിലേക്ക് തിരിച്ച് കടയിലേക്ക് തന്നെ പോകണം, കൊണ്ടുവരെ പോകണം. സമയം 11 മണിയായി. ഉച്ചയ്ക്ക് ശേഷം തുറക്കേണ്ടി ഇരുന്നു ഇപ്പോൾ ഷോപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ കാണാം. ബൈ. അപ്പോൾ വണ്ടൂർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി രാത്രി വരെ ഷോപ്പ് ഉണ്ടാവും. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. ഇന്ന് പൊതുവെ ആൾ കുറവാണ്. ടൗണിലൊക്കെ ആളില്ല.
ഇലക്ഷൻ ആയതുകൊണ്ട് ഇനി വൈകുന്നേരം ആൾക്കാരൊക്കെ ഇറങ്ങും. നല്ല ചൂടായതുകൊണ്ട് ഈവനിങ് സമയം ആൾക്കാർ ഇറങ്ങുള്ളൂ. ടൗണൊക്കെ ഫുൾ കാലിയാണ്. എന്തായാലും ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്തിട്ട് അപ്പോൾ 100 സ്ഥല പള്ളിയിൽ നിന്ന് സ്കെച്ച് വന്നിട്ട് വരുമ്പോൾ നമുക്ക് ഇൻസൈറ്റ് ബാക്കിൽ കയറണം. അവിടെ കുറച്ച് ക്യാഷ് കൊടുക്കാറുണ്ട്. ഇന്നലെ ബാക്കി നമ്മൾ കൊടുത്തില്ല. രാത്രി ചെന്നപ്പോൾ ഒരു ഷോപ്പ് അടച്ചിരുന്നു. കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോലും ചെയ്യാം. വെയിൽ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ റോട്ടിലിട്ട് മുട്ട ഉറക്കാം മാരി വെയിൽ. ഇത് നിലമ്പൂർ റോഡാണ്. കടകളൊക്കെ അധികം കടകൾ തുറന്നിട്ടുമില്ല. വാഹനങ്ങളും കുറവാണ്, ബസ്സുകളൊക്കെ കുറവാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടോ ഇതിന് നേരെ ഇൻസൈറ്റ് ബേക്കറി പോകും. അവിടുന്ന് പൈസ ബാക്കി കൊടുത്ത് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വാങ്ങും ചെയ്യാം. ഇൻസൈറ്റ് ഓപ്പണാണ്. മുട്ടായികൾ ചില വാങ്ങിക്കട. ഇവർക്ക് ലേസ് പോലത്തെ തെളിവാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്നാലും എനിക്ക് എല്ലാ ബേക്കറി സ്വീറ്റ്സൊക്കെ ഹോൾസെയിൽ കിട്ടുന്നുണ്ടോ. ലേസ് കുറുക്കുറെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വാങ്ങിയിട്ട് പോവാം. സാധനങ്ങൾ വാങ്ങിയിട്ടോ നമുക്ക് നേരെ വേഗം കടയിലേക്ക് പോവാം. നമ്മുടെ വെല്ലാഞ്ചറിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ വണ്ടൂരിൻ്റെ എവിടുന്ന് ഒന്ന് നോക്കിയാലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് സെൻറ്ററിൽ തന്നെ വെല്ലാഞ്ചിറ വൈദ്യശാല എന്നുള്ള ഇങ്ങനെ വെണ്ടക്കശരത്തിലൊരു നോക്കിയാൽ കാണാം. കട കുറച്ച് ഉള്ളിലാണ്, ബോർഡ് പുറത്ത് വലുതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ തിരിച്ചെത്തിട്ടോ. പുറത്തൊക്കെ നല്ല കത്തണ വെയിലാണ്, രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ ഈ ചൂട് പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലൊരു അടിപൊളി സാധനം വേണം. ഞാൻ തരാം. അത് ഇതാണ് ആ പ്രൊഡക്റ്റ്. നമ്മളെ മഞ്ചേരി വെല്ലാഞ്ചിറ ആയുർവേദയുടെ ആയുർബ്ലെൻഡ് ഹെർബൽ സർബത്ത്. നല്ല ചൂടുള്ള സമയത്ത് നമ്മുടെ ബോഡി തണുപ്പിക്കാൻ നമുക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആയുർബ്ലെൻഡ് എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ കൂടെയോ പാലിൻ്റെ കൂടെയോ മിക്സാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. വേറെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, കുവ, ബാർലി, രാമച്ചം, ചന്ദനം, നന്നാരി അങ്ങനെ ഒരുപാട് നമ്മുടെ ബോഡിക്ക് ഹീറ്റ് കുറക്കാൻ നല്ല കൂളിംഗ് കിട്ടാനുള്ള പ്രൊഡക്റ്റുകൾ, ആയുർവേദ ഹെർബൽ പ്രൊഡക്റ്റുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെല്ലാഞ്ചിറിയുടെ എല്ലാ ഔട്ട്ലെറ്റുകളും ലഭ്യമാണ്. മാത്രമല്ല നിങ്ങളടുത്തുള്ള പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ലഭ്യമാണ്. കൂടാതെ നിങ്ങൾക്കിത് കൊറിയറായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി, നമുക്ക് അയച്ചു തരാമെന്നാണ് കേട്ടോ. നിങ്ങൾ വണ്ടൂർ പരിസരത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വണ്ടൂർ വെല്ലാഞ്ചിറയിൽ നമുക്കിത് അവൈലബിൾ ആണ്. നേരെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലിയർ ആക്കിയിട്ട് ഇവിടെ കാണാം. അപ്പോൾ അസർ കഴിഞ്ഞ് മഗ്‌രിബ് വാങ്ങി കൊടുത്തു. നമുക്ക് പള്ളിയിൽ പോയി വരാം. ഇവിടെ അച്ഛൻ്റെ ചായക്കടയിൽ പോയി കടികളും വരുന്നുണ്ടോ നമുക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ചായ ബജി, മുളക് ബജിയൊക്കെ കൂട്ടിയിട്ടാണ്. ഈവനിങ് ഒരാളില്ലേനു. രാത്രി ആയപ്പോൾ തന്നെ അത്യാവശ്യം ടൗണൊക്കെ ഒന്ന് ഉണർന്നു. പൊതുവേ വെയിലൊക്കെ ആയതുകൊണ്ട് രാത്രി ആൾക്കാർ ഇറങ്ങുള്ളൂ. രാത്രി കച്ചവടത്തിൻ്റെ മെയിൻ സ്പോട്ടാണിത്, അട്ടപ്പാതിര കച്ചവടം. അപ്പോൾ ഇഷാന് ടൈമായി. നമ്മൾ ബോർഡ് വെച്ച് ഇറങ്ങിയാണ്. നമുക്ക് CT സ്റ്റോറിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അവിടെ പോയിട്ട് വരാം. ഇഷാനെ നമ്മളെ KK തലക്കത്തെ പള്ളിക്ക് പോകുന്നത്. നമ്മളെ UDFൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് കളത്തിങ്ങൽ ഫർണിച്ചറിൻ്റെ സൈഡിൽ. നിസ്കരിച്ചിട്ട് സാധനം വാങ്ങിയിട്ട് പോകും. അപ്പോൾ നമ്മൾ CT സ്റ്റോറിലെത്തിയിട്ടുണ്ട്. നമ്മൾ സാധനം വാങ്ങിയിട്ട് പോകാം. നല്ല മണം. ഇവിടെ ഉണ്ടല്ലോ മുട്ടകൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഷോപ്പ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അടിച്ചിറങ്ങാം കേട്ടോ. കുട്ടികൾക്കുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ തന്നെ നമ്മളടക്കാനായപ്പോൾ തന്നെ ബസ്സിൻ്റെ കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നേരെ കോട്ടയം നമ്മൾ വീട്ടിലെത്തി. അത് തിന്നാലല്ല, വിൽക്കാറിലാണ്. അത് ഇതാ നന്നാരി വെള്ളം കലക്കാൻ. സോഡ സർബത്തോ നന്നാരി വെള്ളം കലക്കാം.
അപ്പോൾ എന്തായാലും വീട്ടിൽ തിരിച്ചെത്തി സാധനങ്ങൾ കൊടുത്ത് നാളെ ഒരു കച്ചവടം ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് കഴിഞ്ഞു. നമ്മുടെ വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ട സംഭവമാണ്. വെറുതെ പോയി നോട്ടൊക്കെ കുത്താൻ നിൽക്കണ്ട. യഥാർത്ഥത്തിൽ ആരാണ് നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് തന്നെ വോട്ട് കൊടുക്കുക. അത് തിരിച്ചറിയാൻ ഈസിയാണ്. ഭരണം നോക്കിയാൽ മതി അവരെന്ത് ചെയ്തു എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലങ്ങളിൽ അവരെന്ത് ചെയ്തു നോക്കിയിട്ട് അത് ഏത് പാർട്ടിയോ ഇരിക്കുകയാണെങ്കിലും അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് ബോധം ഉണ്ടാവും. ഇപ്പം ആര് വന്നാലും ആര് ഭരിച്ചാലും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് പല ആൾക്കാരും പറയുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. നമുക്ക് വലിയ ഗുണങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിത്തരാനുണ്ട്. അപ്പോൾ നോട്ടിക്ക് കണ്ടൊക്കെ എല്ലാവരും വോട്ട് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും തുടർന്നുള്ള എല്ലാ ഇലക്ഷനിലും വോട്ട് കാര്യങ്ങളൊക്കെ കൃത്യം ചെയ്യുക. അവരുടെ സമ്മതിദാനാവകാശം വിലയിരുത്തി അതിൻ്റെ ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അതിൻ്റെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ധരിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.